ഈശ്വരാ, എത്ര കാലായി ഞാൻ എന്റെ കാറിന്റെ പൊടി തട്ടുന്നു. എങ്ങനെയെങ്കിലും എന്റെ ജീവിതം ഒന്ന് പൊടി തട്ടി എടുക്കണ്ടേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. സാറേ സാറേ സാറേ, ഞാനൊരു ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. തന്റെ മുഖം കണ്ടാൽ അറിയാം തനിക്കൊരു ഓളമാണെന്ന്. അയ്യോ, യൂട്ടിലൈസ്ഡ് കാറിന്റെ ഓഫീസിലെ അത് യൂസ്ലെസ് അല്ല സാർ, യൂസ്ഡ് കാർ ഷോറൂം ആണിത്. അതെ അതെ അതെ. എനിക്ക് നല്ല പണമുണ്ട്, എനിക്ക് വിലയുള്ള കാർ മേടിയും കാശൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഹാൻഡിനോടാണ് താല്പര്യം. അതെന്താ സാർ? എന്റെ ഭാര്യയുടെ സെക്കൻഡ് ഹാൻഡ് ആണ്. അങ്ങനെയല്ലേ? പിന്നെ കാർന്ന് വെച്ചാൽ എനിക്ക് പ്രാന്താണ്. മനസ്സിലായി സാർ. എന്ത് സാറിന് പ്രാന്താണ്? അല്ല, കാർന്ന് വെച്ചാൽ സാറിന് പ്രാന്താണ്. അതെ. പിന്നെ എന്റെ പേരിൽ തന്നെ കാറുണ്ടല്ലോ. സാറിന്റെ പേരെന്താ? കാർത്തിക്. അതിലൊരു കാറില്ല. അതിലൊരു കാറുണ്ട്, കാർത്തിക്. കറക്റ്റ് ആണല്ലേ? പിന്നെ ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ കർണാടകയിലെ കാർവാറിലാണ്. അതിലൊരു കാറുണ്ട്, കറക്റ്റ് ആണ്, കാർ ബാർ. സാറ് വിചാരിച്ച പോലത്തെ ആളല്ല കേട്ടാ. ആളെന്ന് പറയില്ലേ, ആൾക്കാർ. ആൾക്കാർ. അതെ അതെ. സാറിന് എന്താ വർക്ക്? എന്താ? എനിക്ക് കാർപെന്റർ വർക്കാണ്. അതിലൊരു കാറില്ലേ കാറുണ്ട്, കാർപെന്റർ. ഇവിടെ കാർക്കൂസ് എവിടെ? കാർക്കൂസ്. കാർക്കൂസ് അല്ല സാർ, കക്കൂസ്. ഞാനൊരു ഇടുന്നോണ്ട് വിഷമമുണ്ടോ? കുഴപ്പമില്ല, അവിടെയാണ് കക്കൂസ്. അങ്ങോട്ട് പോയിക്കോളൂ. താങ്ക് യു. ഇത് എന്തൊരു മനുഷ്യ, ഇങ്ങനത്തെ മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്ത് പറഞ്ഞാലും കാറ്. അതെ അതെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. അയ്യോ, മാറിപ്പോയതാ സാർ, തെറ്റിപ്പോയതാ. ഒരു കൺഫ്യൂഷൻ കിടന്നത്, അതാണ്. ഞങ്ങൾ ഈ കാറൊരെണ്ണം നോക്കാൻ വേണ്ടി വന്നതാണ്. ആയിക്കോട്ടെ സാർ, ഞങ്ങൾ നോക്കിക്കോളൂ. പുത്തമ്പണക്കാരാ. ലില്ലി, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? അല്ല, അത് പറയണ്ടേ? ഏയ് വേണ്ട, അതിന്റെ ആവശ്യം. ഇംഗ്ലീഷിൽ പറയട്ടെ ഇംഗ്ലീഷ് ഒട്ടും വേണ്ട. പ്ലീസ്. വി ആർ എച്ച് ഫാമിലീസ്. എച്ച് ഫാമിലീസ് എന്നല്ല, റിച്ച് ഫാമിലീസ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശം. അയ്യോ, എന്ത് പറ്റി സാറേ? ഒരു ഹേംവക്കം വിട്ടതാണ്. ഏമ്പക്കവും കാർ. ആരേത്? താനും ഇയാളും ഞാനും ഇവളും ഇന്ത്യക്കാർ. അതിലൊരു കാറില്ലേ? നമ്മളെ ഭരിക്കുന്നത് ആരാണ്? സർക്കാർ. അതിലൊരു കാറില്ലേ? എന്തൊക്കെയാണോ ഇയാളീ പറയണത്? സാറേ, കാർ എന്ന് പറഞ്ഞ ക്രൈസ് ആയിട്ടുള്ള ആളെ ഇയാള്. എന്ത് പറഞ്ഞാലും കാർ വെച്ചേ സംസാരിക്കുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാറിനോട് മാത്രമല്ല, പെണ്ണുങ്ങളോടും ക്രൈസ്. അതൊക്കെ കണ്ടില്ലേ വിൽക്കണത്. ഞാനൊരു കാർ നോക്കാൻ വേണ്ടി വന്നാണ്. അതിന് കാർ ഇവിടെ അല്ലേ, ദാ കിടക്കുന്നു. സാറിന് ഏത് മോഡലാണ് ഇഷ്ടം? എനിക്ക് ഈ മോഡലാണ് ഇഷ്ടം. എന്താണ്? 75 മോഡലാണ് ഇഷ്ടം എനിക്ക് കാറേ. തന്റെ 75 മോഡൽ. ഈ മോഡൽ വിട്ടുപിടി, ബാക്കിയുള്ള മോഡൽ താൻ നോക്കിയാൽ മതി. അത് മോഡൽ നോക്കാൻ ഇറങ്ങിയത്. സാറേ, നിങ്ങൾക്ക് ഏത് കാറാണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കിക്കോളൂ. നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തു. കാരണം 12:30 ട്രെയിൻ ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. ഓക്കെ ഓക്കെ. പെട്ടെന്ന് വേണം ഡീലിങ്സ് ഒക്കെ. എല്ലാം റെഡിയാക്കാൻ സാറേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാറിന്റെ പരിപാടികൾ? ഒരു പണി, സാറ് നോക്കിക്കോളൂ. ആർക്ക് സെലക്ട് ചെയ്തോളൂ. ഏത് കാറാ വേണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നോക്കാം, നോക്കാം. കേട്ടാ? നോക്കാം. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. അയ്യോ, പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കാർഡിയാക് അറസ്റ്റ് ആണ്. അതിലൊരു കാറില്ലേ? ഞാൻ ഇതിന്റെ പേരാണ് വായിച്ചത്. എന്ത്? അയ്യോ. തനിക്ക് വായിക്കാൻ അറിയില്ല. 110 ആ കാറിന്റെ പേര് ഐ10. അതെ, ഇയാൾക്ക് മാത്രല്ല കാറിൽ ക്രൈസ്. മലയാള സിനിമാ താരങ്ങൾക്കൊക്കെ ഇപ്പൊ കാറിൽ ക്രൈസ് ആണ്. അപ്പൊ ഇന്നാളെ ഒരു നടൻ ഭൂട്ടാനിന്ന് കാർ ഇറക്കി. കാറിറക്കിയപ്പോ ഈ പാവൊന്നും അറിയില്ല. ആ കാറിന്റെ പിറകിൽ അവർക്ക് കുറെ കളികൾ ഉണ്ടായിരുന്നു. പാവത്തിന്റെ ലക്ഷങ്ങളാ പോയത്, അറിയോ? ആ പുള്ളിയുടെ പേരിൽ തന്നെ കാറുണ്ട്. എന്താ പേര്? ദുൽഖർ. ഭയങ്കര സംഭവമാണ്. അതെ, എനിമ വണ്ടി ഉണ്ടോ? അയ്യോ, എനിമ വണ്ടി കൊടുക്കില്ല, രോഗികൾ കട കൊടുക്കുന്നത്. വണ്ടിയുടെ പേരാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, വണ്ടിയുടെ പേരാണോ? അത് ജെമിനി വണ്ടി. എടോ, എനിമയും ജെമിനിയും ഒന്നുമല്ല, ഒമിനിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒമിനിയാണോ? മാഡം, ഒമിനി എന്ന് പറഞ്ഞ വാനാണ്, കാറല്ല. അപ്പൊ കാറല്ലേ? എന്റെ ലില്ലി, നീ ഇവിടെ കണ്ട കാറല്ലേ? എങ്ങനെയാണ്? അതിലൊരു കാറില്ലേ? സമാധാനം താ. അതിലൊരു കാർ. താനൊന്ന് പോണോ? താൻ കുറെ നേരം സുഹൃത്തെ വന്നേ. അതെ, ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുക എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഇവക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടിയാ.
ഇത്രയായിട്ടും ഡ്രൈവിംഗ് അറിയില്ല. എന്ത് മണ്ടത്തരാവും സാറ് പറയണേ. ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ പറയണത് മോളെ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇന്നിപ്പോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഡ്രൈവിംഗ് പഠിക്കാതെ അവർക്കൊരു ജീവിതമുണ്ടോ? അത് ശരിയാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇവൾക്ക്? കേട്ടില്ല സാറ് പറഞ്ഞ കേട്ടില്ലേ? എന്തായാലും സാറിന് ഡ്രൈവിംഗ് അറിയാലോ. ഇല്ല, എനിക്ക് പേടിയാണ്. എനിക്ക് പഠിക്കാൻ അറിയില്ല. ഇവള് പഠിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. അത് ശരി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും ഡ്രൈവിംഗ് അറിയില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ഈ കാർ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും? കാർഗോയിൽ കൊണ്ടുപോകാം. അതിലൊരു കാറിലേ ഇവനെ ഞാൻ കൊല്ലും. ഞാൻ സുഹൃത്തെ, തനിക്കറിയാമോ എന്റെ അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. വാടകയ്ക്ക് വണ്ടി എടുത്തിട്ടാണ് പുള്ളി ഓടിച്ചിരുന്നത്. അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളി പൈസ മുടക്കി പുള്ളി ഓടിച്ചിരുന്ന ആ കാറ് പുള്ളി സ്വന്തമാക്കി. അന്തസ്സാണ്, അന്തസ്. അതെ, അന്തസ്. സാറേ സത്യം പറയട്ടെ, സെയിം പിച്ച്. എന്റെ അച്ഛൻ ഇതുപോലെ. അച്ഛൻ ലോറി ഡ്രൈവർ ആയിരുന്നേ, ഒരു മുതലാളിയുടെ കീഴില്. ഇപ്പൊ സ്വന്തമായി കാശുണ്ടാക്കി ആ ഓടിച്ചുകൊണ്ടിരുന്ന ലോറി തന്നെ എന്റെ അച്ഛൻ വാങ്ങിച്ചു. ഡബിൾ അന്തസ്, ഡബിൾ അന്തസ്. എന്റെ അച്ഛൻ ഓടിക്കുന്ന വണ്ടി ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല. അതേതാ വണ്ടി? തീവണ്ടി. ഒരു കാര്യം പറയട്ടെ, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. അമൃത ടിവിയിൽ ഒരു സിനിമയുണ്ട്, അത് കാണണമെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായി. ദി കാർ എന്ന് പറഞ്ഞ സിനിമയല്ലേ? അല്ലല്ല, ഷി കാർ. അതിലൊരു കാറില്ലേ. പിന്നെ ഞാൻ കാറിന്റെ പാട്ടുകളാണ് കേൾക്കാറുള്ളത്. ഏത് പാട്ടുകള്? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പൊന്നോ. ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ കാർ കൂന്തൽ കെട്ടിനെന്ത് വാസന തൈലം. കാർ മേഘ വർണ്ണന്റെ മാറിൽ മാലക ഗോപികമാർ, മാലകൾ കാമിനിമാർ. അവിടെയാണ് കക്കൂസ്. ഇവിടെ നിന്ന് മുക്കണ്ട, അവിടെ വെള്ളം പക്കറ്റുണ്ട്. അങ്ങനെ ഇല്ലേ? താൻ എന്തിനു വേണ്ടി ഇറങ്ങിയതാണ് ഈ കോട്ടിട്ടുണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? അറിയേണ്ടത്. സുഹൃത്തെ, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, 12:30 ട്രെയിൻ. ആയിക്കോട്ടെ. പെട്ടെന്ന് ആ ചടങ്ങ് നടത്തിയാൽ എനിക്ക് 1-2 സ്നാപ്സ് എടുക്കാമായിരുന്നു. ആയിക്കോട്ടെ, ഏത് കാറെന്ന് സെലക്ട് ചെയ്തു ഏതാണ് ഞാൻ കൊണ്ടുതരാം. ദേ ഈ കാറാണ്, റേഞ്ച് റോവർ തന്നെയാണ്. എനിക്കൊരു സ്നാക്സ് തന്നെ കേട്ടോ. എന്തിന്? സ്നാക്സ് എടുക്കാൻ പോണം. സാറേ ഏത് കാറാണ്? അതിന്റെ ഫ്രണ്ടിൽ നിന്നോളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഈ പാൽപ്പായസത്തിൽ എള്ളു വീണേക്കണമല്ലോ, ഇവനെന്തിനാ നടക്കുന്നത്? മാറിക്കങ്ങോട്ട്. കശുവണ്ടി പരിപ്പ് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, റെഡി? ഒന്ന് ചിരിച്ചിരിക്കണേ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലായി. ഇത് തന്നെ അടിപൊളിക്ക്. ഷോ എന്ത് വലിയ കീ വലുതാണ്. ഈ കാർ എന്ത് വലുതായിരിക്കും. എടോ, അത് ഡമ്മി കീയാണ്. അപ്പൊ ഇവിടുത്തെ ഡമ്മി കാർ ആയിരിക്കും. സോറി, നിങ്ങൾ കാർ ഏതാ സെലക്ട് ചെയ്തേ? അതെ, മനസ്സിലായില്ലേ? ഞാനിവിടെ എന്തിനു വന്ന? കാർ നോക്കാൻ. കാർ ഞാൻ നോക്കി, ആ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ. ഞാൻ പോവാണ്. അപ്പൊ വാങ്ങുന്നില്ലേ? ഞാൻ നോക്കുന്നേ ഉള്ളൂ, വാങ്ങുന്നില്ല. വാങ്ങുന്നില്ലേ? ഇല്ല. എന്തിപ്പോ കാണിച്ചേ? താൻ എന്തിപ്പോ കാണിച്ചേ? കാർക്കിച്ച് തുപ്പി. കാർക്കിച്ച് തുപ്പിയതിൽ ഒരു കാറിലുണ്ട്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താനീ പറഞ്ഞ പോക്കിർത്തരത്തിൽ ഒരു കാർ ഉള്ളതുകൊണ്ട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു. അതേത് കാർ? അഹങ്കാർ. അതിലൊരു കാറിലേ